ഹായ് ബഡീസ്, ഞാൻ റോണി, ഓൾഡ് വൺ റോണി. എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരു എൻജിൻ ലൈറ്റിൻ്റെ ഇത് കാണിച്ചായിരുന്നു. അത് ഡയഗ്നോസ് ചെയ്തു. അതിനകത്ത് O2 സെൻസർ കംപ്ലൈൻ്റ് ആണെന്ന് കാണിച്ചു. ഈ പ്രാവശ്യം ആ O2 സെൻസർ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഞാൻ മേടിച്ചിരിക്കുന്ന എൻ്റെ O2 സെൻസറാണ്. ഇത് രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ 2 O2 സെൻസർ SOSറ്റിൽ വരുന്നുണ്ട്. 2 അല്ല 4 വരുന്നുണ്ട്. അത് 2 ഞാൻ മാറുന്നത്. 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ 2 മാറി നമുക്ക് റെഡിയാക്കാം. ഈ സെൻസർ മാറുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വണ്ടി ഇച്ചിരി പഴയതാണ്. ഇത് ഈ കാണുന്നതാണ് O2 സെൻസർ. ഇത് 2, ഇവിടെ 2, മേളിൽ 2, താഴെ 2, അങ്ങനെ 4 വരുന്നുണ്ട്. 4 അല്ല, അതിൽ കൂടുതലുണ്ട്. ഇത് ഇപ്പം ഞാൻ മാറുന്നത് ഇതിൻ്റെ താഴെയുള്ള 2 സെൻസറാണ്. ഞാൻ മാറാൻ പോകുന്ന സെൻസറാണ് ഇത് ഈ കാണുന്നത്. ഇത് താഴെ എവിടെയോ തട്ടി ചളുങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. ഇത് മാറുന്ന വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ സോക്കറ്റ് റിമൂവ് ചെയ്ത് ഇതിൻ്റെ ലോക്ക് ഉണ്ട്. നമ്മൾ സെൻസറെ അതായത് വയർ കയറ്റി വെച്ചെങ്കിൽ ലോക്ക്, ആ ലോക്ക് നമ്മൾ എടുത്തു വിടുക. ആ ഒരെണ്ണം കഴിഞ്ഞു. പിന്നെ അടുത്തൊരു സെൻസർ വരുന്നത് ഇവിടെയാണ്. അതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ആ ലോക്ക് എടുത്ത് വിട്ട് അതിൻ്റെ സോക്കറ്റ് ഊരിവിടുക. ഊരിവിട്ട് അതുപോലെ തന്നെ സെയിം ലോക്ക് അതെടുത്തിട്ട് താഴേക്ക് വിട്ട് കഴിയുമ്പോൾ പിന്നെ താഴെ പോയി ഇനി നമ്മളതിൻ്റെ സെൻസർ ഊരിയെടുക്കുക എന്നാണ്. ഇത് ഊരുന്ന പ്രത്യേക തരത്തിലുള്ള അതിൻ്റെ സ്പാനറുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും സ്പാനർ ഉപയോഗിച്ചാണ് മാറുന്നത്. ഞാൻ WD-40 ഒക്കെ അടിച്ചിട്ടുണ്ട്. അതിന് തുരുമ്പുണ്ടായിരുന്നു. അത് ഇച്ചിരി ടൈറ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരിയല്ല, നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. അത് ഓൾറെഡി സൈലൻസർ ചൂടാവുന്നു, അതിനനുസരിച്ച് നല്ലോണം ചൂടായിരിക്കുന്നതാണ്. അത് ഞാൻ ഊരി നല്ല ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പം പഴയ ഊരിയെടുത്ത O2 സെൻസർ. ഇതുണ്ട്. ഇത് എവിടെയോ തട്ടി പോയതാണ്, പൊട്ടിപ്പോയത്. ഞാൻ ഏതായാലും 2 പുതിയത് മേടിച്ചിട്ടുണ്ട്. നമുക്ക് റീപ്ലേസ് ചെയ്യാം. അത് പുതിയ സെൻസറാണിത്. പുതിയ സെൻസർ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ക്യാമറ ഷെയ്ക്കൊക്കെ ആവുന്നുണ്ട്. വീഡിയോയുടെ ക്ലാരിറ്റി ഒക്കെ സാധനങ്ങളൊക്കെ കുറവാണെങ്കിൽ ക്ഷമിക്കണം. നല്ല രീതിയിൽ നമ്മുടെ അടിപൊളി വീഡിയോസ് മുന്നോട്ട് വരും. ഇത് പല പ്രശ്നങ്ങളാണ്. എല്ലാവരും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ 2 ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ടൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. അങ്ങനെ ഞാൻ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ വയറ് നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. അതായത് സൈലൻസറിലേക്ക് മുട്ടി ഉരുകി പോകാതെ അതിൻ്റെ തന്നെ ലോക്കുണ്ട്. ആ ലോക്ക് വഴി തന്നെ നമ്മൾ കയറ്റി വെള്ളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ കറക്റ്റ് അതിൻ്റെ കിടന്ന പൊസിഷൻ വഴി തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒരു സോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. നല്ലോണം പ്രസ് ചെയ്ത് ക്ലിപ്പ് ചെയ്യുക. O2 സെൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഒരു സ്കാനർ ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പം അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം, ഇപ്പോൾ ഉള്ള വണ്ടികളിലൊക്കെ മിക്കവാറും എഴുതി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കൂടുതലും സ്പെസിഫിക് ആയിട്ടുള്ള വണ്ടികളാണല്ലോ ഇപ്പം വരുന്നത്. അതിൽ എന്താ പ്രശ്നം എന്ന് തന്നെ എഴുതി കാണിക്കുന്നുണ്ട് മിക്കവാറും. ഇതെല്ലാം നമുക്ക് ചെറിയ ഒരു
പണി എന്തെങ്കിലും ചെയ്യാനൊരു മനസ്സുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. ഇവിടുത്തെ വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, നല്ല പൈസയാണ്. ഇതിപ്പം 2 O2 സെൻസർ ഞാൻ മേടിച്ചതിന് ഞാൻ eBay-ന്നാണ് മേടിച്ചത്. എനിക്ക് ഏതാണ്ട് 30-35 രൂപ സംതിങ് ആയിട്ടുള്ളൂ. ഇത് ഏതായാലും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ക്ലിപ്പ് കുത്തുമ്പോൾ നല്ലോണം നോക്കുക, നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കുത്തുക. പിന്നെ സൈലൻസറിലൊന്ന് മുട്ടാൻ നോക്കുക. സൈലൻസറൊക്കെ നല്ല ചൂടാവുന്നതാണ്. അതിലൊരുക്കി ഒരു പ്രശ്നങ്ങളുണ്ടാകാതെ മാറ്റി വെച്ച് നമ്മൾ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ വരാം. എന്ത് വീഡിയോസ് ഇനി മുന്നോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഏതായാലും കാണുന്ന എല്ലാവർക്കും നന്ദി. പരമാവധി ഷെയർ ചെയ്ത് ആൾക്കാരിലെത്തിക്കാൻ ഒന്ന് നോക്കുക. ബൈ ബൈ.